വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി UDF-നെ കടന്നാക്രമിക്കുകയാണ്. ഇന്നിപ്പോൾ സമുദായ ഐക്യം തകർത്തത് മുസ്ലിം ലീഗാണ് എന്നതടക്കമുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. ഇപ്പോൾ എനിക്കൊപ്പം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ചേരുകയാണ്. വെള്ളാപ്പള്ളി തുടർച്ചയായിട്ട് ലീഗിനെതിരെ വിമർശനങ്ങൾ നടത്തുന്നു. ഒടുവിൽ സമുദായ ഐക്യം തകർത്തത് ലീഗാണെന്ന് പറയുന്നു. അല്ല, ഈ നിങ്ങൾ പറഞ്ഞ അവസാന കാര്യം സമുദായ ഐക്യം തകർത്തത് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ആദരണീയനായ NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. വെള്ളാപ്പള്ളിയുടെ ഇതുപോലുള്ള പ്രകോപനപരമായ ജൽപ്പനങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല, അതിന് മറുപടി അർഹിക്കുന്നില്ല എന്നതാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ തീരുമാനം. അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല. ലീഗ് നേരത്തെയും ഈ കാര്യം, അതായത് മറുപടി അർഹിക്കുന്നില്ല എന്ന കാര്യം നേരത്തെയും ആവർത്തിച്ചതാണ്. പക്ഷേ തുടർച്ചയായിട്ട് വെള്ളാപ്പള്ളി ഇതേ സാധനം തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലീഗ് എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത് എന്നൊരു സാധനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമുദായിക സൗഹാർദ്ദവും സമാധാനവും തകർക്കുന്ന ഒരു നിലപാടിലേക്കും പോകരുത് എന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രഖ്യാപിത നിലപാടാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കേരളീയ സമൂഹം അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വ്യക്തമാക്കുകയാണ്. അദ്ദേഹം പറയുന്ന അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, അതിനെതിരെ കേരളീയ പൊതുസമൂഹം പ്രതികരിച്ചു, മതേതര സമൂഹം. അത് നമ്മൾ കാണുകയാണ്. പിന്നെ എന്തിനാ ഞങ്ങളതിന് മറുപടി പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കുന്നത്? അദ്ദേഹം പറഞ്ഞ് പൊയ്ക്കോട്ടെ. അത് പറയുന്നിടത്തോളം കേരളീയ പൊതുസമൂഹം അത് പറയുന്നവരെ കുറിച്ചും പറയാൻ പ്രേരിപ്പിക്കുന്നവരെ കുറിച്ചുമുള്ള ഒരു ധാരണയുണ്ടാക്കും. വെള്ളാപ്പള്ളി CPM-നെ പ്രശംസിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ CPM ആണോ ഇങ്ങനെയൊക്കെ പറയാനുള്ളൊരു പ്രേരണ കൊടുക്കുന്നത് എന്ന് ലീഗിന് വിമർശനമാണ്. അല്ല, വെള്ളാപ്പള്ളി CPM-നെ പ്രശംസിക്കുകയല്ലോ, CPM വെള്ളാപ്പള്ളിയെ പ്രശംസിക്കുകയല്ലേ. ഇതുപോലുള്ള പ്രകോപനപരമായ കാര്യങ്ങൾ ഒരു സമുദായത്തിന് നേരെ, ഒരു പ്രദേശത്തിന് നേരെ ഒക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ ആൾ പറയുന്നത് ശരിയാണ്, അദ്ദേഹം 100% ശരിയാണ് എന്ന് പറയുകയും അദ്ദേഹത്തെ കൊണ്ടു നടന്ന് ആദരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യല്ലേ മാർക്സിസ്റ്റ് പാർട്ടി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം. അതുകൊണ്ട് ഇത് ചെയ്യിക്കുന്നത് അവരാണെന്നും അവരുടെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുകയാണെന്നും ആരെങ്കിലും പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റുമോ? ഈ മലപ്പുറത്തെക്കുറിച്ചൊക്കെ മോശം പരാമർശം നടത്തുന്ന സമയത്ത് നമ്മൾ കാന്തപുരം സംസ്ഥയിലെ നേതാക്കളോടൊക്കെ പ്രതികരണം ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയേണ്ടതില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പിന്നീട് മുഖ്യമന്ത്രി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം, ഇങ്ങനെ വെള്ളാപ്പള്ളി ഇങ്ങനെ പറയുന്നതിനെതിരെ സമസ്ത കാന്തപുരം വിഭാഗം രംഗത്ത് വന്നിരുന്നു. ഇതൊക്കെ കാന്തപുരം സമസ്തയ്ക്ക് ലീഗുമായിട്ട് അടുക്കാനുള്ള ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. അല്ല, തെറ്റിനെ തെറ്റാണെന്ന് പറയുന്നത് ലീഗുമായിട്ട് അടുക്കാനുള്ള വഴിയാണോ? കാന്തപുരത്തിന്റെ വേദികളിലൊക്കെ, പ്രത്യേകിച്ചും കേരളയാത്രാ വേദികളിലൊക്കെ ലീഗിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് തീർച്ചയായും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതസംഘടനകളും അകൽച്ചയിലല്ലോ. എല്ലാ മതസംഘടനകളുമായും അടുത്തു നിൽക്കണം എന്ന് തന്നെയാണ് ലീഗ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ മതസൗഹാർദ്ദ സമിതിയൊക്കെ ഉണ്ടല്ലോ. ആ ഏകോപന സമിതിയിൽ എല്ലാ മതസംഘടനകളും ഇല്ലേ? എല്ലാവരെയും ഒരുപോലെയല്ലേ മുസ്ലിം ലീഗ് കാണുന്നത്? മുസ്ലിം ലീഗിന് ഏതെങ്കിലും പ്രത്യേക മതസംഘടനയോട് അകൽച്ചയോ അടുപ്പോ ഇല്ലല്ലോ. നേരത്തെ ഈ PK സമസ്തയുമായുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും ഇതുവരെ പരിഹരിച്ചിട്ടില്ല ലീഗ് സമസ്തയുടെ. ആ ഘട്ടത്തിൽ കാന്തപുരവുമായിട്ട് അടുക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാവുന്നുണ്ട്. ശരിയല്ല. PK വിഭാഗം സമസ്തയുമായി മുസ്ലിം ലീഗിന് യാതൊരു തർക്കവുമില്ല, ഒരു പ്രശ്നവുമില്ല. അത് ഒക്കെ ചില തൽപര കക്ഷികളുടെ വ്യാജ പ്രചാരവേലകൾ മാത്രമാണ്. ലീഗും സമസ്തയും ഒന്നിച്ച് തന്നെയാണ് പോകുന്നത്. പലപ്പോഴും ലീഗിനെതിരെയൊക്കെ സമസ്തയിലെ പല നേതാക്കളും വിമർശനം ഉന്നയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വ്യക്തികൾ, വിവിധ സംഘടനയിലുള്ള വ്യക്തികൾ ലീഗിനെതിരെ പറയും. അത് സംഘടനകളുടെ അഭിപ്രായമല്ലല്ലോ, ഏത് സംഘടനയായിരുന്നാലും. അപ്പം അതൊക്കെ അതിൻ്റേതായ വഴിയിലൂടെ പോകും. മുസ്ലിം ലീഗ് എല്ലാ മതസംഘടനകളെയും അടുത്ത് നിൽക്കണം, ആരുമായും അകൽച്ച വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഇക്കാലം അത്രയും പ്രവർത്തിച്ചിട്ടുള്ളത്. അതിനാണ് ഞങ്ങൾ മതസൗഹാർദ്ദ വേദിയൊക്കെ ഉണ്ടാക്കി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതും. തിരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് വരുമ്പോൾ മുസ്ലിം ലീഗ് എത്ര വനിതകളെ ഇറക്കുന്നു എന്നാണ് ചോദ്യം. അത് പാർട്ടി തീരുമാനിച്ച അത്രയും വനിതകളെ ഇറക്കും. തീരുമാനമായിട്ടില്ല. പ്രത്യേകിച്ചും ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇറക്കും തന്നെയാണ്. മത്സരിക്കുന്നിടത്തൊക്കെ ജയിക്കണം, സാധ്യത വേണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. ഇപ്പം നേരത്തെ തന്നെ മത്സരിച്ച് വിജയിച്ച് പേർനാട്ടിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ നിരന്തരമായി നിന്നു പോരുന്ന സ്ഥാനാർത്ഥികളുണ്ട്. അവരെയൊക്കെ മറ്റിടങ്ങളിലേക്ക് മാറ്റുന്നതോ അല്ലെങ്കിൽ അവിടെ പുതുമുഖങ്ങളെ കൊണ്ടുവരുന്നതോ തുടങ്ങിയ ചർച്ചകളൊക്കെ, അത്തരം ചർച്ചകളിലേക്ക് പോയിട്ടില്ല. ചർച്ചകളിൽ സീറ്റിൻ്റെ കാര്യത്തിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും ഒക്കെയുള്ള തീരുമാനം പാർട്ടി ഔദ്യോഗികമായി യോഗം ചേർന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ അറിയിക്കും. അപ്പോൾ ഞാൻ പറയാം.
നേരത്തെ ഈ രാജ്യസഭാ സീറ്റ് ആർക്ക് കൊടുക്കണം എന്ന കാര്യത്തിലൊക്കെ ചർച്ച വന്ന സമയത്ത് യൂത്ത് ലീഗിനെ പരിഗണിച്ചിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ പാണക്കാട് സാധിക്കുന്ന ചർച്ച നടന്ന സമയത്തൊക്കെ അവസാനം യൂത്ത് ലീഗിലെ പല നേതാക്കളും തള്ളപ്പെട്ടു എന്നൊരു കാര്യമുണ്ട്. ഇത്തവണ നിയമസഭയിലേക്ക് വരുമ്പോൾ യൂത്ത് ലീഗിനെ പരിഗണിക്കാനാണോ ഉദ്ദേശം? എങ്ങനെയാണ്? അല്ല, യൂത്ത് ലീഗിനൊക്കെ കാലാകാലങ്ങളിൽ മുസ്ലിം ലീഗ് നല്ല പരിഗണന കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ രാജ്യസഭാ സീറ്റ് ഒന്നല്ലേ ഉള്ളൂ, അതിലേക്ക് എത്ര പേരെ എടുക്കാൻ പറ്റും? ഒരാളല്ലേ എടുക്കാൻ പറ്റുള്ളൂ. യൂത്തിനെ പരിഗണിച്ചില്ല. അതെ, അന്ന് സ്ഥാനം രാജ്യസഭ MP ആയി വന്നത് നല്ല യൂത്തല്ലേ. അതുപോലെ തന്നെ നിയമസഭയിലേക്കും യൂത്ത് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ യുവജനങ്ങളെ ആണായാലും പെണ്ണായാലും സ്ഥാനാർത്ഥിയാക്കിയത് ലീഗാണ്. അതിൻ്റെ കൊണ്ട് ഞങ്ങൾ കണ്ടു. അത് ഞങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചോദകമാവും. താങ്കൾ മിനിസ്റ്ററാവോ? അതിപ്പോൾ ഞാൻ എന്താ പറയുക, സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ മിനിസ്റ്ററാവും. ആഗ്രഹമുണ്ട്. അല്ല, ആഗ്രഹം മനുഷ്യന്മാർക്ക് എന്തൊക്കെ ഉണ്ടാവും. പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് വരും. ഓക്കെ, എന്തായാലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ലീഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാന വട്ടം എന്താണ് കാര്യങ്ങളൊക്കെ എന്ന് പറയുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. അതോടൊപ്പം വെള്ളാപ്പള്ളി വിഷയത്തിൽ മറുപടി അർഹിക്കുന്നില്ല, വെള്ളാപ്പള്ളിയുടെ കാര്യം ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല എന്ന് വീണ്ടും വ്യക്തമാക്കുകയാണ് മുസ്ലിം ലീഗ്. അനീഷ് തോട്ടക്കാടിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.